ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ കരുതി. നമുക്കറിയാം, ഇപ്പോ സമൂഹത്തിലാകമാന നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനത്തെ കുറിച്ചാണ്. കമ്മ്യൂണിസം ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മുസ്ലിങ്ങൾക്ക് വേണ്ടി അമിതമായി എന്തൊക്കെ നൽകുന്നു എന്ന വാദം ഉന്നയിച്ച് വലിയ ചർച്ചയും കോലാഹലവും നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ മാത്രമല്ല, വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ കഴിയുന്ന സമൂഹത്തിനിടക്ക് അകൽച്ചയും സൃഷ്ടിക്കുക കൂടി ചെയ്യണം. അതിന് നേതൃത്വം കൊടുക്കുന്നതാവട്ടെ കമ്മ്യൂണിസ്റ്റുകളുടെ തന്നെ നവോത്ഥാന നായകനായ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ അസല് വർഗീയവാദിയും മുസ്ലിം വിരോധിയും RSS ചാരനും കൂടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ RSS വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ മകൻ RSSന്റെ തന്നെ രാഷ്ട്രീയ രൂപമായ BJP, അതിന്റെ മുന്നണി NDA, അതിന്റെ സംസ്ഥാനത്തെ കൺവീനറും അധ്യക്ഷനും കൂടിയിട്ടാണ്. ഇത്തരം പാശ്ചാത്യരുള്ള ആളുകളെയാണ് കമ്മ്യൂണിസ്റ്റുകൾ നവോത്ഥാന നായകനാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഇന്നും ഇത്തരക്ക് വിദ്വേഷം ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, സർക്കാരിനെതിരെ അദ്ദേഹം ആരോപിച്ചിട്ടും ഇന്നും കമ്മ്യൂണിസ്റ്റിന്റെ നവോത്ഥാന നായകനായിട്ട് ഇരിക്കുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനാണ്, ഈ വർഗീയവാദിയാണ്. സത്യത്തിൽ ലോകത്ത് ഒരിടത്തും കമ്മ്യൂണിസം ഇസ്ലാമിനെ സഹായിച്ചിട്ടില്ല, സംരക്ഷിച്ചിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും മുസ്ലിങ്ങൾക്ക് ഒരു സംരക്ഷണവും നൽകിയിട്ടില്ല എന്നതാണ് ചരിത്രം, യാഥാർത്ഥ്യം. നമുക്ക് കേരളത്തിലെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാണ്, ഏത് വിഷയത്തിലാണ് മുസ്ലിങ്ങൾക്കൊപ്പം കമ്മ്യൂണിസം നിന്നിട്ടുള്ളത്? ഒരു വിഷയത്തിൽ നിന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ശരിയത്ത് വിഷയമാണ്. ആ ശരിയത്ത് വിഷയത്തിൽ ഇസ്ലാമിനെതിരാണ് കമ്മ്യൂണിസം. ഏക സിവിൽ കോഡിൽ ഇസ്ലാമിനെതിരാണ് കമ്മ്യൂണിസം. ഇപ്പൊ നടക്കുന്ന വിഷയങ്ങൾ ഒരു ഘട്ടത്തിലും ഇസ്ലാമിനെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ കമ്മ്യൂണിസം ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അതത് കാലഘട്ടങ്ങളിലുള്ള ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾക്കോ മുസ്ലിം പണ്ഡിതന്മാർക്കോ എന്തെങ്കിലും കമ്മ്യൂണിസം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള സഹായത്തിന്റെ ഭാഗമായിട്ട് KT ജലീലിനെ പോലുള്ള അല്പന്മാർക്ക്, അതുപോലെ തന്നെ ചില മുസ്ലിം പണ്ഡിതന്മാർക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം എന്നതൊഴിച്ചാൽ ആകമാനമായ മുസ്ലിങ്ങളുടെ ഒരു കാര്യത്തിനും കമ്മ്യൂണിസത്തിന്റെ സംരക്ഷണം കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവരുടെ ഈ 10 വർഷക്കാലത്തെ ഇവരുടെ ഭരണകാലഘട്ടത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്രയോ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥർ അനാവശ്യമായി വിദ്വേഷം മുസ്ലിങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചു, FB വാളുകളിൽ എഴുതി. ഇവരുടെ ഭരണകൂടത്തിലുള്ള രാഷ്ട്രീയ പ്രമുഖര്, മന്ത്രിമാര് എത്രയൊക്കെ അനാവശ്യങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു. ഏതെങ്കിലും ഒരു നടപടി ഇവർക്കാർക്കെതിരെയും കമ്മ്യൂണിസം കൈക്കൊണ്ടോ? ഇല്ല. ഇപ്പൊ തന്നെ ഇവരുടെ നവോത്ഥാന നായകനായ വെള്ളാപ്പള്ളി നടേശനെ കയറൂരി വിട്ടിട്ടുള്ളതാണ്. ഒരു വിശദീകരണം ചോദിക്കാനോ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാനോ ഇവർ തയ്യാറായിട്ടില്ല. ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, സർക്കാരിനെതിരും കൂടിയിട്ടാണ്. സർക്കാർ നൽകുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം അനാവശ്യം പ്രചരിപ്പിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന പണിയാണ് കമ്മ്യൂണിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാസ പോലത്തെ ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്തൊക്കെ അനാവശ്യങ്ങൾ, പച്ച കള്ളം സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നടപടി ഈ കമ്മ്യൂണിസ്റ്റുകൾ സ്വീകരിച്ചോ? ഇല്ല. അപ്പോ ഒരു ഘട്ടത്തിലും ഇസ്ലാമിനെ സംരക്ഷിക്കാത്ത ഒരു ഐഡിയോളജിയാണ് കമ്മ്യൂണിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം.